ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 42 സൈസുള്ള നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ഞാനിവിടെ 3 മീറ്ററിന് നൈറ്റി മെറ്റീരിയൽ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോത്ത് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെയധികം സെയിലുള്ള ഒരു നൈറ്റിയുടെ മോഡൽ കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ നിങ്ങളൊരു നൈറ്റി ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു നൈറ്റി മെറ്റീരിയൽ 4 ആയിട്ട് മടക്കിയിടണം. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, സാധാരണ നമ്മൾ നൈറ്റിക്ക് മടക്കിയിടുന്ന പോലെ തന്നെ മടക്കിയാൽ മതി. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പേപ്പറിൽ കാട്ടി തരാം കേട്ടോ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 മീറ്ററിൻ്റെ നൈറ്റി മെറ്റീരിയൽ. അതിന് ആദ്യം തന്നെ ഒരു മടക്ക് മടക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു മടക്ക് മടക്കി, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഇങ്ങനെ ഒരു മടക്ക് മടക്കി, അതിനുശേഷം ഒരു മടക്കും കൂടി മടക്കുക. ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നൈറ്റിക്ക് തുണി മടക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇതാണ് നൈറ്റി മെറ്റീരിയൽ. ആദ്യം ഒരു മടക്ക് മടക്കി ഒരു മടക്കും കൂടി മടക്കുക. അപ്പം അതുപോലെ ഞാൻ ഈ നൈറ്റി മെറ്റീരിയൽ മടക്കിയിടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണോ പേപ്പർ മടക്കിയ അതുപോലെ തന്നെ ആട്ടോ ഞാനിപ്പോൾ തുണി ഇവിടെ മടക്കി ഇട്ടേക്കണേ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കുക, ഇതുപോലത്തെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഫോൾഡഡ് വരുന്ന ഭാഗം അടിയിലേക്ക് ഇവിടെ കംപ്ലീറ്റ് ഫോൾഡഡ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്ക് ഇറക്കം, ബാക്ക് നെക്ക് ഇറക്കം മാർക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യണ ഭാഗം ഇത് ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണ ഭാഗം ഇരിക്കുക. അപ്പം ഇങ്ങോട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ മാർക്കിങ്സ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവ് ഓപ്പണിങ് വരുന്ന ഭാഗം നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഇത് ഇതുപോലെ ആയിരിക്കും. ഇത് ഇതുപോലെ രണ്ട് ഭാഗവും ഇത് ഇതുപോലെ കേട്ടോ. അപ്പം നിങ്ങൾ മടക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം ഞാൻ ഇനി മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ട് നെക്കിൻ്റെ വിഡ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യണേ. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 2.25 ആണ്. അപ്പോൾ നമുക്ക് 2.25 നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യാണ്. 2.25 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടെന്ന് വിചാരിക്കണോ? 2.25 നെക്കിൻ്റെ വിഡ്ത്ത് 2.25 മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ 42 ചെസ്റ്റിന് ഞാൻ 7.5 ഷോൾഡർ എടുക്കണേ. അപ്പം ഞാൻ 7.5 മാർക്ക് ചെയ്യാണ്. ഇങ്ങോട്ട് 7.5 ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ? അപ്പം ഷോൾഡർ ഞാൻ 7.5 മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെസ്റ്റ് 11 മാർക്ക് ചെയ്യണേ. അപ്പം ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവാണ് ചെസ്റ്റ്. ഇത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നോക്കുക, നെക്കിൻ്റെ വിഡ്ത്ത് 2.25, ഷോൾഡർ 7.5, ചെസ്റ്റ് 11. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 പോയിന്റ്സ് ആണ് ആദ്യം തന്നെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് അടിയിലേക്കുള്ള മാർക്കിംഗ് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടുത്തെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇവിടുത്തെ നോക്കാം. ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ ഞാനിവിടെ 3 മാർക്ക് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഇറക്കം 5.5, അതേ ലൈനിൽ തന്നെ ഞാൻ 5.5 മാർക്ക് ചെയ്തു. ഇതുപോലെ കേട്ടോ. അതിനുശേഷം ഞാൻ യോക്കിന്റെ ലെങ്ത് 10 മാർക്ക് ചെയ്യണേ. അപ്പൊ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ എവിടെയാണോ 10 വരണേ അവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പൊ യോക്ക് ലെങ്ത് ഞാൻ ഇതുപോലെ 10 ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ നോക്കുക, ഇവിടെ വന്നിരിക്കുന്നത് നെക്കിന്റെ ഇറക്കം, ബാക്ക് നെക്ക് ഇറക്കം 3, അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഇറക്കം 5.5, പിന്നെ യോക്ക് ലെങ്ത് 10. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ 2.25 നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ അടിയിലേക്ക് ആ പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് നമ്മൾ 5.5 തന്നെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഈ 5.5 ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ലൈനിനെ ഇങ്ങനെ നീട്ടി വരച്ചു. അതിനുശേഷം ഇതിനൊന്ന് ബോക്സ് ആയിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. നമ്മൾ 5.5 ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു ബോക്സ് പോലെ വരച്ചു. അതുപോലെ തന്നെ ബാക്ക് നെക്ക് 3
നമ്മൾ ഇതുപോലെ അതിനെ ബോക്സ് ആയിട്ട് കണക്ട് ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നെക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് 7.5 ഈ 7.5യുടെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ആം ഹോള് 8 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ആം ഹോളിന്റെ പോയിന്റ് ഞാൻ 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് കേട്ടോ 8 ഇഞ്ച്. അതിനുശേഷം ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ 8 ഇഞ്ചിലേക്ക് ഞാൻ നീട്ടി വരച്ചു. അതിനുശേഷം ഇവിടെ നമ്മൾ 8 ഇഞ്ചാണല്ലോ ഈ ലൈനിന്റെ ലെങ്ത് എടുത്ത്, അതിനെ 8ന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 9.5 കിട്ടും. ആ 9.5 നമ്മൾ ആം ഹോൾ ഡെപ്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത ആ പോയിന്റില് 9.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ അടിയിലോട്ട് നീട്ടി വരയ്ക്കും. അപ്പൊ അതെങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ ആം ഹോളിന്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആം ഹോൾ ഡെപ്ത് എടുത്തത്. അപ്പൊ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ 9.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ലൈൻ 9.5 ഇഞ്ചിലേക്ക് ഞാൻ ഇതുപോലെ നീട്ടി വരച്ചു. അതിനുശേഷം ഈ ഏറ്റവും അറ്റത്ത് ഞാൻ സ്ലീവ് റൗണ്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ആം ഹോൾ 8 ഇഞ്ച്, ആം ഹോൾ ഡെപ്ത് 9.5 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 8.5. അതിനുശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ ഡയഗണൽ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണേ. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പൊ നമ്മൾ ഇതുപോലെ സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ നോക്കുക, നമ്മൾ ഇങ്ങോട്ട് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ അടിയിലേക്ക് മാർക്ക് ചെയ്യണം. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകും. ആ ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ നോക്കുക, ഇവിടേക്ക് ഇതേ 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനൊന്ന് നീട്ടി വരച്ചു. അതിനുശേഷം ഈ ഒരു പോയിന്റും ഈ 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ വരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ. ഇനി അടുത്തത് നോക്കുക, നമ്മൾ യോക്ക് ലെങ്ത് എടുത്തത് 10 ഇഞ്ചാണ്. ഇവിടെ 10 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 1/2 ഇഞ്ച്, ഇവിടെ 10 ആണെങ്കിൽ ഈ 10ന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടുക. ആ 10.5 ഇഞ്ച് എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് മുകളിൽ ടേപ്പ് വെച്ചിട്ട് 10.5 ഇഞ്ച് ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ 10.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതെങ്ങനെ എടുത്തതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ യോക്ക് ലെങ്ത് 10 എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോയിന്റിൽ ടച്ച് ചെയ്ത് അങ്ങോട്ട് ലൈൻ വരച്ചു കൊടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ പോയിക്കോട്ടെ കേട്ടോ ആ ലൈൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഒരു ലെങ്ത് എത്രയാണ് നമ്മൾ അളന്നു നോക്കുക. അതായത് ആം ഹോളും ആം ഹോൾ ഡെപ്തും തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ അളന്നു നോക്കുക. അപ്പൊ എനിക്കിവിടെ അളന്നു നോക്കിയപ്പോൾ 4 ഇഞ്ചാണ് കിട്ടിയത്. കണ്ടുല്ലോ, 4 ഇഞ്ച്. ആ 4 ഇഞ്ച് നമ്മളിവിടെ ഓപ്പോസിറ്റ് സൈഡിൽ 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 10.5-ൽ ഈ 4 ഇഞ്ച് വയ്ക്കുക. അതിനുശേഷം ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ആ ടേപ്പ് 4 ഇഞ്ച് വരാൻ പാകത്തിന് മുട്ടിക്കുക. ക്ലിയർ ആയല്ലോ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മൾ ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പൊ ഞാൻ ഇതുപോലെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചെരിച്ചതേ ആ 4 ഇഞ്ച് നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ.
അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പ്ലീറ്റ്സിന്റെ ഭാഗം കട്ട് ചെയ്യാം. അതായത് ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഈ സ്ലോപ്പിൽ കൂടെ കട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സ് കട്ട് ചെയ്യുക. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കാട്ടി തരാം കേട്ടോ. അപ്പൊ നോക്കുക, പ്ലീറ്റ്സിന്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സ്ലോ ആയിട്ട് എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാട്ടി തരണേ. അപ്പൊ നമ്മൾ പ്ലീറ്റ്സിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ? യോക്ക് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് സ്ലീവ്സിന്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വന്ന് ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകും കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇങ്ങനെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാം. അങ്ങനെ നോക്കുക, നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കുക, ഇങ്ങനെ നമുക്ക് 2 സ്ലീവ്സ് ആണ് കിട്ടുക. ഇതുപോലെ നമുക്ക് 2 സ്ലീവ്സ് കിട്ടും. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോക്കുക, ഞാൻ ബാക്ക് നെക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഭാഗം നിങ്ങൾ മറക്കരുത്, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെയും ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ദേ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഇതാണ് ബാക്ക് പാർട്ട്. ബാക്ക് പാർട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നോക്കുക, അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളും ഇതുപോലൊരു ചെറിയൊരു പീസ് ക്ലോത്ത് ഫ്രണ്ട് നെക്ക് മറിച്ചടിക്കാനായിട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോൾ ഇതുപോലൊരു പീസ് ബാക്കി വന്നിട്ടുണ്ടാവും. ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു സ്കെയിലിന്റെ വലിപ്പത്തിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്യണേ. ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഈ സ്കെയിലിന്റെ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ 3 ക്രോസ് പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര ക്രോസ് പീസ് ആണോ ആവശ്യം, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ 3 ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ക്രോസ് പീസ്, ഇതാണ് ഫ്രണ്ട് നെക്കും അതിന് വെച്ചടിക്കാനുള്ള ലൈനിങ്ങിന്റെ ക്ലോത്ത്. അതുപോലെ തന്നെ ഇതാണ് ബാക്ക് നെക്ക്. പിന്നെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് 2 കൈയുടെ ഭാഗമാണ്. അപ്പൊ 2 കൈയുടെ ഭാഗം. പിന്നെ വരുന്നത് പ്ലീറ്റ്സിന്റെ ഭാഗം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഈ നൈറ്റിയുടെ കട്ടിങ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് പ്ലീറ്റ്സിന്റെ ഭാഗം വരിക. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതാണ് പ്ലീറ്റ്സിന്റെ ഭാഗം കേട്ടോ. അപ്പൊ ഞാനിത് ഇനി സ്റ്റിച്ച് ചെയ്ത് കാട്ടിത്തരാം. ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് നെക്കാണ് അടിച്ചെടുക്കാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലൈനിങ് തുണി എടുത്തിട്ട് അതിൻ്റെ 3 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ഇതാണ് ലൈനിങ് തുണിയുടെ നല്ല വശം, അതായത് അടിപ്പ് വരുന്ന ഭാഗം ബാക്കിലേക്ക്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതാണ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് എടുക്കുക.
ഇതാണ് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം. ആ നല്ല വശം ഈ ലൈനിങ്ങിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശവും നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഈ വരച്ചു പോകണ അതിൽ കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണേ. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ ഒന്ന് അടിച്ചു പോവാം. അപ്പോൾ നോക്കുക, നമ്മൾ ഇതുപോലെ ഫുൾ റൗണ്ട് അടിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു അറ്റത്തേക്കൂടെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ബാക്കിയുള്ള പീസ്, ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാട്ടി തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പീസ് ബാക്കി വന്നത് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം. അപ്പോൾ നോക്കുക, നമ്മൾ ബാക്കിയുള്ള പീസ്, ഇവിടെ ഉണ്ടായിരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഓരോ എഡ്ജസിലും ഇതുപോലെ കുരുകുരാന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോ എൻഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പക്ഷെ നമ്മൾ അടിച്ചതിൽ അടിപ്പിൽ കൊള്ളരുത്. അതുപോലെ വേണം നമ്മൾ കട്ടിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ എൻഡ് വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ നീറ്റായിട്ട് ആ നെക്ക് ഫിനിഷിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് റൗണ്ട് നെക്ക് മാത്രമല്ല കേട്ടോ, ഏത് നെക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ എൻഡ് വരെ ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ലൈനിങ് തുണി ബാക്കോട്ട് മറിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നെക്ക് കിട്ടും. അതിനുശേഷം ഒന്ന് പതിച്ചടിക്കുക കേട്ടോ മോളിക്കടെ. നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു പാറ്റേണും ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൈനിങ് ഈ ഒരു ഫ്രണ്ട് പീസിന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് മോളിക്കട പതിച്ചടിക്കാം. നിങ്ങൾ നെക്ക് കണ്ടു എന്ന് വിചാരിക്കണോ. അതിനുശേഷം നമുക്ക് ഫിനിഷിങ്ങിൽ നല്ല മോളിക്കട ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ വളരെ നീറ്റായിട്ട് ഫ്രണ്ട് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് ബാക്ക് നെക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇനി അത് കാട്ടിത്തരാം. അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻഡ് ഇതുപോലെ ആയിരിക്കുമല്ലോ അതിൻ്റെ ക്രോസ് പീസിൻ്റെ എൻഡ് നിൽക്കണ്ടാവുക. അതിന് നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണേ. അറിയാവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. എനിക്ക് അത്രയും റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ അത്രയും സ്ലോ ആയിട്ട് കാണിക്കണേ. കാരണം ചിലവർക്ക് അറിയണ്ടാവില്ല ക്രോസ് പീസ് കട്ട് ചെയ്യാനും. അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര ലാഗ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ നോക്കുക, നമ്മൾ ഇതുപോലെ ക്രോസ് പീസിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇതിൻ്റെ നല്ല വശം ഇതാണല്ലോ. ഒരു നല്ല വശവും ഇതുപോലെ ചീത്ത വശവും ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഈ ഒരു ഷേപ്പിൽ വെക്കുക. അതായത് ഒന്നിൻ്റെ നല്ല വശവും ഒന്നിൻ്റെ ചീത്ത വശവും. അതിനുശേഷം ഒന്ന് ഇതുപോലെ ഡയഗണലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. ക്ലിയർ ആണോ? ഈ ഒരു ഇതിൽ നമ്മൾ അടിച്ചു കൊടുക്കുക.
ഈ ഒരു ഷേപ്പിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതിനെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ. പോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന പീസ് കുറച്ച് തയ്യൽ തുമ്പ് ബാക്കി ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അതിനുശേഷം നോക്കുക, നമുക്കിത് ഇതുപോലെ കണ്ടോ നല്ല ലെങ്ത്തിൽ ഒരു പീസ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസും ജോയിൻ ചെയ്യാം കേട്ടോ. അതായത് ഇത് നല്ല വശം, അതിനുശേഷം ചീത്ത വശം ഇതുപോലെ വെക്കുക. അപ്പോൾ ഒരു നല്ല വശം ഒരു ചീത്ത വശം. അതിനുശേഷം ഒരു 45 ആംഗിളിൽ ഈ ഒരു ആംഗിളിൽ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി നിൽക്കുന്ന പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിൽ ഒരു ക്രോസ് പീസ് നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാനായിട്ട് കിട്ടി. അതിനുശേഷം നിങ്ങൾ നോക്കുക, ബാക്ക് പീസിൻ്റെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ച് കാട്ടിത്തരാം. നോക്കുക, നമ്മൾ നെക്ക് ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കുകയാണ്. നോക്കുക, രണ്ടിൻ്റെയും നല്ല വശം, ബാക്ക് നെക്കിൻ്റെ നല്ല വശവും ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശവും ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ക്രോസ് പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത ക്രോസ് പീസ്, അത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇതുപോലെ മടക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? 2 അടിപ്പ് നമ്മൾ അടിക്കണം. ഷോൾഡർ ആയതുകൊണ്ട് 2 അടിപ്പ് അടിക്കണം. അപ്പം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് കാട്ടിത്തരാം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്യണം. ഒന്നുകൂടി ഞാൻ കാട്ടിത്തരാം. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചു. ഇപ്പോൾ ക്രോസ് പീസ് ഞാൻ ഇങ്ങോട്ടാട്ടോ വെച്ചിരിക്കണേ. അതിനുശേഷം ക്രോസ് പീസ് ഇങ്ങോട്ടൊന്ന് ആക്കി ഫ്രണ്ടിലേക്ക് ഒരു മടക്ക് മടക്കുക. ക്ലിയർ? അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കാം. അതായത് രണ്ടിൻ്റെയും നല്ല വശം നമ്മൾ ഇതുപോലെ വെച്ചു. അതിനുശേഷം ക്രോസ് പീസ് ഇങ്ങോട്ടാക്കി ഒരു മടക്ക് ഫ്രണ്ടിലോട്ട് മടക്കി. ക്ലിയർ? എന്നിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ 2 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ? അതിനുശേഷം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൾഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഷോൾഡർ 2 സൈഡിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ സൈഡും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 സൈഡിലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ നെക്ക് ഫുൾ റൗണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഫുൾ റൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ ഇതേ കഴുത്ത് വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും.
നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ പാർട്ട്. നോക്കുക, ഈ ഒരു മോൾ ഭാഗത്ത് നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു നോച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. ഈ നോച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ നമുക്ക് മനസ്സിലാവും. കൈയൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഞാൻ ഇനിയും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമെന്ന് വിചാരിക്കണോ. ഇതെങ്ങനെയാണ് സ്ലീവ് വരിക, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്താൽ മതി. ഞാൻ കാട്ടിത്തരാം. അപ്പം നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു സൈഡ്. ഈ ഒരു സൈഡിലെ സ്ലീവ്സ് നമുക്ക് ആദ്യം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കണോ. അതിനുശേഷം നമ്മൾ സ്ലീവ്സ് എടുക്കുക. രണ്ടിൻ്റെയും നല്ല വശം, സ്ലീവ്സിൻ്റെ നല്ല വശവും നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക ഇതുപോലെ. അതിനുശേഷം നോച്ചിട്ട ഭാഗം നമ്മുടെ കറക്റ്റ് ആ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ആ എൻഡ് വരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് കാട്ടിത്തരാം കേട്ടോ. നോക്കുക, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഫിനിഷിൽ നമുക്ക് കൈയൊക്കെ കിട്ടും. അപ്പം ഞാൻ പതിച്ച് അടിക്കാൻ പോവാണ്. ഇതുപോലെ മറിച്ചിടുക, അതിനുശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. നോക്കുക, അങ്ങനെ നമ്മൾ സ്ലീവ്സ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ലീവ്സും നെക്കും എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലീറ്റ്സിൻ്റെ ആ തുണി എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമുക്കൊന്ന് നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഞാൻ ഇതുപോലെ നോച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നോക്കുക, ഈ ഒരു ഷേപ്പ് നമ്മൾ 4 ഇഞ്ച് കട്ട് ചെയ്ത് ഇവിടെ 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണോ. അത് തമ്മിൽ ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം രണ്ട് സൈഡിലും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. രണ്ട് സൈഡിലും ആ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ബാക്കി വരുന്ന പ്ലീറ്റ്സ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ തുണിയുടെ നല്ല വശം. തുണിയുടെ നല്ല വശവും നമ്മുടെ പ്ലീറ്റ്സിൻ്റെ നല്ല വശവും ഒരുമിച്ചിടുക ഇതുപോലെ. കണ്ടോ, അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് എടുക്കും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു ചെരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ പച്ചയും കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അപ്പോൾ ആ രണ്ട് സൈഡ് അതും ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിച്ചു കൊടുക്കുക, വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ മിഡിലിൽ കുറേ തുണി ബാക്കി കിടക്കുന്നുണ്ടല്ലോ, ആ തുണിയാണ് നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോണേ. അത് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തോരം തുണി ബാക്കിയുണ്ടോ ആ സെൻറ്റർ വരെ, അതുവരെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡും ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പതിച്ചടിക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് കാട്ടിത്തരാം. നോക്കുക, അപ്പോൾ നമ്മൾ നമ്മുടെ നെക്കും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത ആ തുണി ഉണ്ടല്ലോ, ആ തുണി എടുക്കുക. അതിനുശേഷം ആ തുണിയിൽ തന്നെ ഇതുപോലെ 2 പോയിന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ആ സ്ലോപ്പ് 4 ഇഞ്ച് വരച്ചത്, ആ 4 ഇഞ്ച് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ, ആ 2 പോയിന്റും. അതിനുശേഷം നമ്മൾ പ്ലീറ്റ്സിൻ്റെ തുണി എടുക്കുക. പ്ലീറ്റ്സിൻ്റെ തുണിയുടെ നല്ല വശം ഇതാണ്. പ്ലീറ്റ്സിൻ്റെ തുണിയുടെ നല്ല വശം, ഈ തുണിയുടെ നല്ല വശവും, ഇത് രണ്ടും നമ്മളിങ്ങനെ ഒരുമിച്ച് വയ്ക്കും. അതിനുശേഷം ഈ ഒരു തുണിക്കും ഇതുപോലെ ഒരു ചെരിവുണ്ടല്ലോ,
അത് നിങ്ങൾ നമ്മൾ അങ്ങനെ 4 ഇഞ്ച് കട്ട് ചെയ്യുമല്ലോ ചെരിച്ചിട്ട്, ആ 2ന്റെയും 4 ഇഞ്ചുള്ളത് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കും. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കും. അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇതാണ് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ആ സെൻറ്റർ നമ്മൾ നോച്ച് ഇട്ടുമല്ലോ. ഇതാണ് നമ്മുടെ തുണിയുടെ സെൻറ്റർ നമ്മൾ ചോക്കും കൊണ്ട് മാർക്ക് ചെയ്തത്. ആ 2 സെൻറ്ററും നമ്മൾ ഇതുപോലെ പിടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഇത് ഇത്രയും തുണി ബാക്കി കിടക്കുന്നുണ്ട്, അത് നമുക്കിവിടെ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണോ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കുക, 4 ഇഞ്ച് വരെ ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം 2ന്റെയും സെൻറ്റർ ഞാനൊന്ന് ഇതുപോലെ ഞാൻ പിടിച്ചു. അതിനുശേഷം ഇതുപോലെ ബാക്കി വരുന്ന ഭാഗം ഞാൻ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ഭാഗം കൂടി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുന്നത്. ഇനി ഞാൻ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഈ സൈഡ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ആ സൈഡും ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നോക്കുക, നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 2 അടിപ്പായി. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇതുപോലെ വെക്കുക. അതിനുശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നോക്കുക, നമ്മൾ വളരെ നീറ്റായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ ഇനി ബാക്ക് പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അങ്ങനെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട പോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുത്ത് അടിഭാഗം മടക്കി കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തുണി മറിച്ചിട്ടിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ, അടിഭാഗം വരെ. അതിനുശേഷം നമുക്ക് ഏറ്റവും അടിഭാഗം നമുക്ക് മടക്കി അടിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് എൻഡ് വരെ ഒന്ന് മടക്കി അടിക്കാം 2 ഭാഗത്തും. അപ്പൊ ഇത്രേ ഉള്ളൂ, നൈറ്റി സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ കേട്ടോ.